സ്വർണ്ണക്കവർച്ചയിൽ പ്രതിരോധത്തിലായി ഇടതുമുന്നണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തലാണ് ഘടകകക്ഷികൾ. എ പത്മകുമാർ അടക്കം റിമാൻഡിലായ സാഹചര്യത്തിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് CPM. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരും. വീണ, അതായത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പിടിയിലാകുന്നവരൊക്കെയും സഖാക്കളാണ്. അതായത് ചിലരുടെ വിശ്വസ്തരായിരുന്ന സഖാക്കൾ എന്ന് കൂടി പറയേണ്ടി വരും. അതായത് N. വാസു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്, പാർട്ടിയുമായി ചേർന്ന് നിന്ന ആളാണ്. അതിനുശേഷം പാർട്ടി ശുപാർശയിൽ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായ ആളാണ്. എ പത്മകുമാർ പിണറായി വിജയൻ്റെ വിശ്വസ്തനാണ് എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ദേവസ്വം പ്രസിഡന്റായി, MLA ആയി, പലവട്ടം വിശ്വസ്തൻ എന്ന പേരിൽ. അപ്പോൾ രാഷ്ട്രീയ ശുപാർശകളുടെ പേരിൽ സന്നിധാനത്ത് അധികാരത്തിലിരിക്കാൻ ശ്രമിച്ചവർ അവർ തന്നെ സ്വർണം കട്ടെടുത്ത് പോകുന്നു. നോക്കൂ, എന്തൊരു അഴിമതിയാണിത്. ലക്ഷക്കണക്കിന് പേർ വിശ്വസിച്ചെത്തുന്ന ഒരു ക്ഷേത്ര പരിസരത്തെ അയ്യപ്പന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നതോ അയ്യപ്പന് സ്വന്തമായുള്ളതോ ആയ വസ്തുക്കളൊക്കെയും അടിച്ചു മാറ്റി കിടക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്നത് കൂടുതൽ സ്വർണം കവർച്ച ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. അപ്പോൾ ആ വഴിക്ക് പിടിയിലായവരിൽ ഒക്കെയും സഖാക്കൾ നിർദ്ദേശിക്കപ്പെട്ടവരാകുമ്പോൾ വലിയ പ്രതിരോധത്തിലാണ് CPM എന്ന് വേണം കരുതാൻ. ഇടതുമുന്നണിയിലേക്ക് നമുക്ക് വരാം. CPM-നെ കാരണം ഇടതുമുന്നണി പ്രതിരോധത്തിലാകുന്നു എന്നാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇതിനെയൊക്കെ ഞങ്ങളുടെ ഗർഭം അങ്ങനെയല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ വലിയ പ്രതിരോധത്തിലല്ലേ പാർട്ടി? കാരണം മുറ്റത്ത് ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. തീർച്ചയായും CPM വലിയൊരു പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമൊക്കെ ആണിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധം തീർക്കുവാൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ പോലും അത് പതറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാര്യം സ്വർണ്ണക്കവർച്ച വിഷയമായി വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഒഴുക്കൻ മട്ടിലുള്ള ചില മറുപടികൾ പറയുന്നു. നേരത്തെ പറഞ്ഞ പ്രസ്താവനകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. പഴിചാരി രക്ഷപ്പെടുവാനുള്ള ശ്രമങ്ങളടക്കം നടത്തുന്നു. എന്നാൽ കൃത്യമായി പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബോധ്യമായി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം, ഈ പിടിയിലായവർ, ദേവസ്വം ബോർഡിലെ അംഗങ്ങളെല്ലാം, ആ സ്ഥാനത്തിരുന്നവരെല്ലാം തന്നെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു. മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നവരായിരുന്നു. മുൻ MLA ആയിരുന്നു. അതുപോലെ തന്നെ ആ റിട്ടയർഡ് ആയത് ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിച്ചതിന് തൊട്ട് പിന്നാലെയാണ് M. വാസുവിനടക്കം വീണ്ടും ചുമതലയും ഒക്കെ ദേവസ്വം ബോർഡിലൊക്കെ നൽകിയത്. അത്തരത്തിൽ അഴിമതിക്ക് വേണ്ടി കൂട്ടുനിൽക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ മാത്രം, അതായത് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല പങ്കുള്ളത്. ആദ്യം മുതൽ തന്നെ ഒരു സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉന്നതർക്ക് പങ്കുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് പിടിയിലായവരടക്കം, ഉണ്ണികൃഷ്ണ പോറ്റിയടക്കം അത്തരത്തിലുള്ള മൊഴികൾ നൽകുമ്പോഴും ഇതുവരെ പിടിയിലായ ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ പരിശോധിക്കുമ്പോഴും പാർട്ടിക്ക് വ്യക്തമായി പങ്കുണ്ട്, പാർട്ടിയിലെ സഖാക്കൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പല അടവ് നയങ്ങൾ ഇറക്കുമ്പോൾ പോലും അത് ഇപ്പോൾ പാളിച്ചകൾ ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീക്കങ്ങളിൽ പതർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പടിവാതിക്കൽ നിൽക്കുകയാണ്. പ്രചാരണങ്ങളൊക്കെ കൊഴുക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ വീടാന്തരം തോറിയുള്ള അഭ്യർത്ഥനയൊക്കെ ഇപ്പോൾ നൽകുന്ന ഒരു സാഹചര്യത്തിൽ പലയിടങ്ങളിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ, അതായത് പൊതുജനങ്ങൾ ചോദിക്കുന്നതിന്, ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു അമർഷം മൊത്തത്തിൽ ഘടകകക്ഷികളിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. CPI-ക്ക് അടക്കം ഇതിൽ കൃത്യമായിട്ട് സീറ്റുകളൊക്കെ നൽകിയതിനോട് തന്നെ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനടക്കം, കഴക്കൂട്ടം MLA കൂടിയാണ്, മുൻ ദേവസ്വം മന്ത്രിയൊക്കെയാണ്. ഇത്തരത്തിൽ മുൻ ദേവസ്വം മന്ത്രി അടക്കം പ്രതിക്കൂട്ടിലാകുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് ന്യായീകരണവാദം നിരത്തുമ്പോൾ പോലും ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. വോട്ടുകൾ ചോദിച്ച ആൾക്കാർക്ക് മുന്നിലെത്തുമ്പോൾ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. പക്ഷേ സഖാക്കന്മാർക്ക് അത് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പലയിടത്തും നടന്ന ഈ ഗൂഢാലോചനകൾ, അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള വിവരങ്ങൾ, അന്വേഷണ സംഘം ഉടൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുമ്പോൾ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിലും മുഖരക്ഷിക്കുവാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. ചില വീമ്പ് പറച്ചിലൊക്കെ നടത്തിയിരുന്നു. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടും, തൊട്ടു പിന്നാലെ നിയമസഭയിൽ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ
ഭൂരിപക്ഷത്തോടുകൂടി ഭരണ തുടർച്ചയൊക്കെ കിട്ടുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പോലും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇതുവരെ നടന്ന ഭരണത്തിലടക്കം വലിയൊരു വിയോജിപ്പുകൾ നിൽക്കുന്നുണ്ട്. ഭരണപരമായുള്ള വികസന മുരടിപ്പ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എത്താത്ത ഇടങ്ങളുണ്ട്. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ സഹാക്കന്മാർ ഇതുമായി ജനങ്ങളുമായി തിരഞ്ഞെടുപ്പുമായി പ്രചരണവുമായി ബന്ധപ്പെട്ട് അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ പല ന്യായവാദങ്ങൾ നിരത്തുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കൃഷ്ണരാജ്, നമ്മൾ വാർത്തകളുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും എടുത്തു പറയുന്നത് കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് സത്യം വന്നത്, അല്ലെങ്കിൽ ഈ അധികാര ദുർവിനിയോഗത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഇത് അട്ടിമറിക്കുവാനുള്ള ശ്രമം നടത്തുമെന്നുള്ള വിമർശനങ്ങൾ കൂടി പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇനിയും ഉന്നതരുടെ പേരുകൾ ഇനിയും പുറത്തു വരും. ഇപ്പോൾ കടകംപള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് ആരെന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ്. പലതരത്തിലുള്ള ന്യായവാദങ്ങൾ നിരത്തുമ്പോൾ പോലും ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക ഘടകകക്ഷികളിലടക്കം നിൽക്കുന്നുണ്ട്. ഇത് ഈ ഇടതു മുന്നണിയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ ഘടകകക്ഷികൾ ഇത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുമ്പോഴും CPM ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും CPIക്കും ചില വിമർശനങ്ങളും വിയോജിപ്പുകളൊക്കെ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ CPMനെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യം കൂടി ഉറപ്പാണ്. കൃഷ്ണരാജ്, യെസ്, നോക്കൂ, ഈ കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെങ്കിൽ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ഉന്നതരിലേക്ക് ഇനിയും പോകാൻ സാധ്യതയുണ്ട്. അത് വൈകാൻ സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ പത്മകുമാർ വരെ എത്തി. CPMൻ്റെ മുൻ MLA ആണ്, ദേവസ്വം പ്രസിഡൻ്റായിരുന്നു. മറ്റൊരാൾ N വാസു, അദ്ദേഹവും CPMൻ്റെ സഹയാത്രികനായിരുന്നു. ചിലരുടെ പക്ഷത്ത് അടിയുറച്ച് നിന്ന ആളാണ്. അതിന് കിട്ടിയ അധികാരമാണ് ദേവസ്വം പ്രസിഡൻ്റായും ദേവസ്വം കമ്മീഷണറുമായൊക്കെ നമ്മളത് പറഞ്ഞതുമാണ്. അപ്പോൾ ഈ ഉന്നതരിലേക്ക് ഇപ്പോൾ പത്മകുമാറിൻ്റേത് ഇതുപോലെ സജീവമായി ചോദ്യം ചെയ്യപ്പെട്ട ഒന്നാണ്. പക്ഷേ അറസ്റ്റ് വൈകി. അതായത് കടകംപള്ളിയിലേക്ക് എത്താൻ കാലതാമസമെടുക്കുമോ ഇലക്ഷൻ മുന്നിലുള്ള കാരണത്താൽ? കടകംപള്ളിയിലേക്ക് എത്തുവാനുള്ള ചില വൈകലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഹൈക്കോടതി ഇടപെട്ടതിനാൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനെ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മാത്രമല്ല 2 ആഴ്ചകൾ കൂടുമ്പോൾ തോറും കോടതിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് അന്വേഷണത്തിൻ്റെ പുരോഗതി എങ്ങനെയാണെന്നുള്ളത്. ആദ്യ അന്വേഷണഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറെക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ച ഒരു അന്വേഷണമാണ് നടന്നത്. തുടർ നടപടികൾ വൈകുന്നതിൽ വേഗത്തിലാക്കണമെന്ന് കോടതി നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് വേഗത്തിലാക്കണമെന്നും മറ്റു പ്രതികളിലേക്ക് അന്വേഷണം എന്നുള്ള നിർദ്ദേശം കൂടി വെച്ചിരുന്നു. അതിനെ തുടർന്നാണ് പത്മകുമാറിനെ അടക്കം അറസ്റ്റ് വൈകിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് മുമ്പ് തന്നെ അപേക്ഷ നൽകിക്കൊണ്ട് നോട്ടീസ് നൽകിക്കൊണ്ട് ഒന്നിലേറെ തവണ ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യിക്കാൻ വിളിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും SIT സംഘത്തിൻ്റെ ഭാഗത്ത് വിലപ്പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടാണ്. കൃഷ്ണരാജ്, യെസ്, അന്വേഷണം അങ്ങനെ പതിയെ പതിയെ കടകംപള്ളിയിലേക്ക് സ്വാഭാവികമായും CPM വലിയ പ്രതിരോധത്തിലാകും. പക്ഷേ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഞങ്ങളല്ല, ഞങ്ങൾക്കറിയില്ല, പാർട്ടിക്കാരതിലില്ല എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇത് പുതിയ കാലമാണ്. എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട്. അയ്യപ്പൻ്റെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതിരോധത്തിലാകേണ്ടി വരുന്നത് മറ്റൊരു തീർത്ഥാടന കാലത്തിൻ്റെ സമയത്തു കൂടിയാണ് എന്നോർക്കണം.